നമസ്കാരം. പ്രാദേശിക വാർത്തകളുമായി BBC ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. മനസ്സ് തൊട്ടറിയുന്ന വിശ്വാസം. കല്യാൺ ജുവലേഴ്സ്. വിശ്വാസം അതല്ലേ എല്ലാം. KSKTU ഇടുക്കി ജില്ലാ സമ്മേളനം അടിമാലിയിൽ സമാപിച്ചു. സമാപന സമ്മേളനം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ നിറവ് പദ്ധതിയുടെ ഭാഗമായി പൂമാല ഹയർ സെക്കൻഡറി സ്കൂളിലും പന്നിമറ്റം സെന്റ് ജോസഫ് LP സ്കൂളിലും പച്ചക്കറി വിത്തുകളും തൈകളും വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ രാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. ശങ്കരപ്പള്ളി നേതാജി ഫാർമേഴ്സ് ക്ലബ് പൊതുയോഗം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഫ്യൂജി ഗംഗ സൂര്യ ഫെസ്റ്റിവലിന്റെ സ്വാഗത സംഘം ഓഫീസ് തൊടുപുഴയിൽ PT തോമസ് MP ഉദ്ഘാടനം ചെയ്തു. രാത്രികാല മഴയ്ക്കിടയിൽ മോഷണശല്യം വർദ്ധിക്കുന്നു. തൊടുപുഴ ടൗണിന് സമീപം വീടിന്റെ വാതിൽ തകർത്ത് മോഷണ ശ്രമം. മുട്ടം ബദൽ ഗ്രൗണ്ടിൽ ഗോൾഡൻ അമ്യൂസ്മെന്റ് പാർക്കും ഡോഗ് ഷോയും ആരംഭിച്ചു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. KSKTU ഇടുക്കി ജില്ലാ സമ്മേളനം അടിമാലിയിൽ നടന്നു. സമാപന സമ്മേളനം അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറി A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. KSKTU ഇടുക്കി ജില്ലാ സമ്മേളനം അടിമാലിയിൽ സമാപിച്ചു. സമാപന സമ്മേളനം അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറി A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. അടിമാലി അമ്പലപ്പടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് ബാൻഡ് മേളം, ശിങ്കാരിമേളം, നിശ്ചല ദൃശ്യങ്ങൾ, പൂക്കാവടി എന്നിവ കൊഴുപ്പേകി. കർഷക തൊഴിലാളികളുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് മറ്റു മേഖലകളിലെ തൊഴിലാളികളും പ്രകടനത്തിൽ അണിചേർന്നു. സ്ത്രീകളുടെയും ആദിവാസികളുടെയും വൻ പങ്കാളിത്തം പ്രകടനത്തിൽ ദൃശ്യമായി. പ്രകടനത്തിന് KSCB വർക്കേഴ്സ് അസോസിയേഷൻ, NGO യൂണിയൻ, KST. മുട്ടം തോട്ടുകരയിൽ പുഴയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കന്യാകുമാരി തക്കലെ മാർത്താണ്ഡം സ്വദേശി വിജിലിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 19 വയസ്സായിരുന്നു. മുട്ടത്ത് മേസ്ത്രി പണിക്കായി സഹോദരനോടൊപ്പം എത്തിയതായിരുന്നു വിജിൽ. വ്യാഴാഴ്ച രാവിലെയാണ് സമീപത്തുള്ള പുഴയിൽ നിന്നും വിജിലിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. മാർത്താണ്ഡം സ്വദേശികളായ ഷെൽവം, രത്നം ദമ്പതികളുടെ ഇളയ മകനാണ്. സഹോദരങ്ങൾ കല, സ്റ്റീഫൻ, ആൽബർട്ട്, ഷെൽവരാജ്, ഡേവിഡ്, വിജില, റോബർട്ട് എന്നിവർ. പെരുമ്പള്ളിച്ചിറ അൽ-നസർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ 2ാം വർഷ BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികൾ മുതലക്കോടും വികലാംഗ വൃത്തമന്ദിരത്തിൽ സ്നേഹവിരുന്ന് നടത്തി. തുടർന്ന് നടന്ന സംഗമം അൽ-നസർ കോളേജ് കൊമേഴ്സ് വിഭാഗം മേധാവി അനിതകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു. അമീൻ റിയാസ് അധ്യക്ഷത വഹിച്ചു. അബിൻ ഐപ്പ് സ്വാഗതവും വികലാംഗ വൃത്തമന്ദിരം സൂപ്രണ്ട് രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ഓരോ അമ്മമാരെയാണ് കൂടുതൽ പരിചയപ്പെട്ടുള്ളൂ. അപ്പൊ തന്നെ ഞാൻ ചിന്തിച്ചു, ഇവര് അച്ഛന്മാരോടത്താണ് അവിടെ തന്നെ ഒതുങ്ങി കൂടിയോ എന്ന്. കൂടുതലായിട്ട് പരിചയപ്പെട്ടത് അമ്മമാരെയാണ്. എല്ലാവർക്കും ഉണ്ട് അവരവരുടേതായ ഓരോ കഥകള്. പക്ഷെ എല്ലാവരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, എല്ലാവരും ഇവിടെ സംതൃപ്തരാണ്. അവർക്ക് സന്തോഷമുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് സുഖമാണ് എന്ന് പറഞ്ഞു. അതാണ് വേണ്ടത്. നമ്മൾ ഈശ്വരന് എന്തെല്ലാം കഥകളുണ്ടെങ്കിലും എന്തെല്ലാം വിഷമങ്ങളുണ്ടെങ്കിലും അവസാനം അവർ പറയും ഞങ്ങൾക്ക് സുഖമാണ്, ഞങ്ങൾക്ക് ഇപ്പൊ സന്തോഷമാണ്. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. ചിലപ്പോ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇങ്ങനെയാണെങ്കിൽ കൂടിയും ഇവിടെ കുറെ പേര് തുല്യ. കേരള സർക്കാരിന്റെ നിറവ് പദ്ധതി പ്രകാരം പൂമാല ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പച്ചക്കറി വിത്തുകളുടെയും തൈകളുടെയും വിതരണം നടത്തി. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ രാമൻ വിത്ത് വിതരണം ഉദ്ഘാടനം ചെയ്തു. തൈകളുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വർക്കി നിരപ്പേൽ നിർവഹിച്ചു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. മോനിഷൻ അധ്യക്ഷത വഹിച്ചു. ബിന്ദു ദിലീപ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മോഹൻദാസ് പുതുശ്ശേരി, സലോമി തോമസ്, VFPCK അസിസ്റ്റന്റ് മാനേജർ ലിറ്റി തോമസ്, EN ഓമന, ജോയി വർഗീസ്, PN വിശ്വനാഥൻ, PS തോമസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഭക്ഷ്യസുരക്ഷ, നമ്മുടെ ആരോഗ്യ സുരക്ഷ
ഈ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിലൂടെ കൃഷിരീതികൾ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുപോലെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ സ്കൂൾ കുട്ടികളിൽ കൃഷിരീതികളെപ്പറ്റി അവർക്ക് നല്ല പ്രോത്സാഹനങ്ങൾ നൽകുന്നതിന് വേണ്ടി നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെന്റ് കേരള സർക്കാരിന്റെ നിറവ് പദ്ധതി പ്രകാരം പന്തിമറ്റം സെന്റ് ജോസഫ് LP സ്കൂളിൽ പച്ചക്കറി വിത്ത് വിതരണം നടത്തി. വെള്ളിയമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ രാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M മോനിസ്റ്റൻ അധ്യക്ഷത വഹിച്ചു. ബിന്ദു ദിലീപ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മോഹൻദാസ് പുതുശ്ശേരി, സലോമി തോമസ്, VFPCK അസിസ്റ്റന്റ് മാനേജർ ലിറ്റി തോമസ്, EN ഓമന, ജോയി വർഗീസ്, PN വിശ്വനാഥൻ, PS തോമസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെന്റ് നിറവ് പദ്ധതിയിൽപ്പെടുത്തി ഒട്ടനവധി അതുപോലെ വിതരണം ചെയ്യുന്ന ഈ ഒരു അവസരത്തിൽ സ്കൂൾ കുട്ടികൾ കാലവർഷം കുറഞ്ഞതോടെ ഇടുക്കി പദ്ധതിയുടെ ഭാഗമായുള്ള ചെറുതോണി അണക്കെട്ട് ജലനിരപ്പ് താഴ്ന്നു. സംസ്ഥാനത്തിന്റെ മറ്റു പ്രദേശങ്ങളിൽ മഴ ലഭിച്ചെങ്കിലും ഇടുക്കിയുടെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ കുറഞ്ഞതാണ് ജലനിരപ്പ് താഴാൻ കാരണം. ഇടുക്കി പദ്ധതിയുടെ ഭാഗമായുള്ള ചെറുതോണി അണക്കെട്ടിന്റെ ഷട്ടറുകളാണിത്. മുൻ വർഷങ്ങളിൽ ഇതേ സമയത്ത് ജലനിരപ്പ് ഈ ഷട്ടറുകൾക്ക് ഏതാണ്ട് അടുത്തു തന്നെയായിരുന്നു. എന്നാൽ കാലവർഷം ചതിച്ചതോടെ ഇക്കുറി ജലനിരപ്പ് ഏറെ താഴ്ന്നിരിക്കുന്നു. സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ പേരിനെങ്കിലും കാലവർഷം ലഭിച്ചെങ്കിലും ഇടുക്കി അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് മഴ നന്നേ കുറഞ്ഞതാണ് പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷകാലത്ത് 2335 മില്ലിമീറ്റർ മഴ വൃഷ്ടി പ്രദേശത്ത് ലഭിച്ചപ്പോൾ ഇക്കുറി അത് 1835 മില്ലിമീറ്ററായി കുറഞ്ഞു. 600 മില്ലിമീറ്റർ മഴയുടെ കുറവ്. ഇതിനൊപ്പം മുല്ലപ്പെരിയാർ ഭീതി സൃഷ്ടിച്ച് അധിക വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതും ജലനിരപ്പ് ക്രമാതീതമായി താഴാൻ ഇടയാക്കി. സംഭരണശേഷിയുടെ 30.5 കൊടിയത്തൂർ ശങ്കരപ്പിള്ളി നേതാജി ഫാർമേഴ്സ് ക്ലബ് പൊതുയോഗം ശങ്കരപ്പിള്ളി മ്ലാക്കുഴിയിൽ മത്തായിയുടെ വസതിയിൽ വെച്ച് നടത്തി. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. രക്ഷാധികാരി MD ചാക്കോ മുതുകാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ജലസംരക്ഷണ സമിതി തൊടുപുഴ താലൂക്ക് പ്രസിഡന്റ് പ്രൊഫസർ KI ആന്റണി, SPT മൂലമറ്റം ശാഖ മാനേജർ AN നാരായണൻ, തൊടുപുഴ ATMA ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ ഡോക്ടർ GS മധു, തൊടുപുഴ KFC മാനേജർ അനിൽ ജോൺ, GS അയ്യർ എന്നിവർ ക്ലാസുകൾ നയിച്ചു. വിവിധ ജനപ്രതിനിധികൾ ചടങ്ങിൽ സംസാരിച്ചു. തുടർന്ന് പൊന്നാടി അണിയിക്കൽ, സ്നേഹവിരുന്ന, വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു. VR ശങ്കരപ്പിള്ളി സ്വാഗതവും ഔസേപ്പച്ചൻ പഴയിടം നന്ദിയും പറഞ്ഞു. നേതാജി ഫാർമേഴ്സ് ക്ലബിൻ്റെ ആദ്യ വാർഷിക പൊതുയോഗമാണ് ഇവിടെ നടക്കുന്നത്. ഈ വാർഷിക പൊതുയോഗത്തിൽ എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോട് ആദ്യമായി തന്നെ നന്ദി രേഖപ്പെടുത്തുവാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കേരളം കർഷകരുടെ നാടാണ്. കേരളത്തിലെ കർഷകർ ഇന്ന് വിവിധ കിഴക്കേ കോടിക്കുളത്ത് അനധികൃതമായി പ്രവർത്തിക്കുന്ന കശാപ്പുശാല പരിസരവാസികൾക്ക് ഭീഷണിയാകുന്നതായി പരാതി. കശാപ്പിന്റെ അവശിഷ്ടങ്ങൾ വേണ്ട രീതിയിൽ മറവ് ചെയ്യാത്തതും മലിനജലം തോട്ടിലേക്ക് ഒഴുക്കുന്നതും ചെയ്യുന്നത് പകർച്ചവ്യാധികൾ പടരാൻ കാരണമാകുന്നുണ്ട്. അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയെങ്കിലും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇവിടെ ഈ താമസം തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ നാളത്തിന്റെ ഇടയ്ക്ക് ഇവിടെ കശാപ്പ് സ്ഥിരമായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവർ ഇടക്കാലം കൊണ്ട് അത് ഞായറാഴ്ച ശനിയാഴ്ച ആക്കി. ഈ ഞായറാഴ്ച ശനിയാഴ്ച ആക്കിയതിൻ്റെ ശേഷം ഈ വേസ്റ്റുകൾ സാധനങ്ങളൊന്നും ഇവിടുന്ന് നീക്കം ചെയ്യാനുള്ളതാണ് ഇവിടുന്ന്. അപ്പോൾ ഇത് പല പ്രാവശ്യങ്ങളിൽ ഞങ്ങൾ നിരന്തരം ഇവരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞ ഭാവന വെച്ചാൽ മഴ പെയ്യുമ്പോൾ മഴയത്ത് പൊക്കോളൂ എന്നുള്ള രീതിയായിരുന്നു ഞങ്ങളോടുള്ള സമീപനം. ഇത് കണ്ട് മടുത്ത് ലാസ്റ്റ് ഹെൽത്ത് സെൻ്ററിൽ ചെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടറോട് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ മറുപടി ഇതായിരുന്നു, പഞ്ചായത്തിലെ സെക്രട്ടറിയോ പഞ്ചായത്തിൻ്റെ അധികാരപ്പെട്ടവർ പറയട്ടേന്നായിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറിക്ക് രേഖാമൂലം ഞാൻ പരാതി എഴുതി കൊടുത്താൽ വാങ്ങിച്ചിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കിയേക്കാം എന്നും പറഞ്ഞിവിടെ പഞ്ചായത്ത് മെമ്പറെ വിളിച്ചു വിട്ടു. ഫ്യൂച്ചി ഗംഗയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 4 മുതൽ 8 വരെ തൊടുപുഴയിൽ നടക്കുന്ന സൂര്യ ഫെസ്റ്റിവലിന്റെ സ്വാഗത സംഘം ഓഫീസ് തൊടുപുഴ മൂലമറ്റം റോഡിൽ ഇടുക്കി MP PT തോമസ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ നഗരസഭാ ചെയർമാൻ TJ ജോസഫ്, ഫ്യൂച്ചി ഗംഗ പ്രസിഡന്റ് MD ദിലീപ്, സെക്രട്ടറി CK സുനിൽ രാജ് തുടങ്ങിയവർ പങ്കെടുത്തു.
ഡേറ്റ എൻട്രി ജോലിയുടെ മറവിൽ നിരവധി പേരെ കബളിപ്പിച്ച ആളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിട്ടും കേസെടുത്തില്ലെന്ന പരാതി. മൂവാറ്റുപുഴയിലാണ് സംഭവം. വിദേശ കമ്പനിക്കായി ഡേറ്റ എൻട്രി ജോലി ചെയ്യുന്നതിന് ഫ്രാഞ്ചൈസികളെ നിയമിച്ചായിരുന്നു തട്ടിപ്പ്. ഇതിനായി വൻതുക വാഗ്ദാനവും ചെയ്തു. ഫ്രാഞ്ചൈസി പദവി ലഭിക്കാൻ ഓരോരുത്തരിൽ നിന്നും 1 ലക്ഷം രൂപ വരെ ഫീസിനത്തിൽ ഈടാക്കി. ആദ്യമൊക്കെ കൃത്യമായി പ്രതിഫലം നൽകിയെങ്കിലും പിന്നീട് മുടങ്ങി. ഫ്രാഞ്ചൈസി ഫീസിനത്തിലും ഡേറ്റ എൻട്രിയുടെ പ്രതിഫലത്തിലും 50 കോടിയോളം രൂപ പലർക്കായി ഇയാൾ നൽകാനുണ്ട്. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകൾ തട്ടിപ്പിനിരയായി. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സ്ഥാപനങ്ങൾ നടത്തുന്നവരാണ് തട്ടിപ്പിനിരയായവരിലേറെയും. തമിഴ്നാട് മധുര സ്വദേശി വെങ്കടേശ്വരൻ. രാത്രികാലങ്ങളിൽ മഴ പെയ്യുന്ന ദിവസങ്ങളിൽ മോഷ്ടാക്കൾ സജീവമായതായി സൂചന. കഴിഞ്ഞ ദിവസം തൊടുപുഴ ക്രിപ്റ്റോസ് ഫാക്ടറിക്ക് സമീപം കാഞ്ഞിരംപാറയിൽ വള്ളവശ്ശേരിയിൽ VK സുരേഷിന്റെ വീടിന്റെ മുൻവശത്തെ വാതിൽ പൊളിക്കുവാൻ ശ്രമം നടന്നു. വ്യാഴാഴ്ച വെളുപ്പിന് 1:45ഓടെയാണ് സംഭവം. ശബ്ദം കേട്ട് ഉണർന്ന സുരേഷ് വാതിലെ തട്ടി ബഹളം വെച്ചതോടെ മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. വിവരമറിഞ്ഞ് അയൽവാസികളും പോലീസും തെരച്ചിൽ നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല. ക്രിപ്റ്റംസ് ഫാക്ടറിയുടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ അപരിചിതരെ കണ്ടെങ്കിലും മോഷ്ടാക്കൾ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരോട് ഉറങ്ങാറായില്ലേ എന്ന് ചോദിച്ച സ്ഥലം വിടുകയായിരുന്നു. രാത്രികാലങ്ങളിൽ മഴ പെയ്യുന്ന ദിവസങ്ങളിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അഭ്യർത്ഥിച്ചു. സമീപത്തുള്ള റബ്ബർ തോട്ടത്തിൽ നിന്നും മോഷ്ടാക്കളുടേതെന്ന് സംശയിക്കുന്ന ലിവറും മദ്യക്കുപ്പികളും കണ്ടെത്തിയിട്ടുണ്ട്. രാത്രി 1:45 ഒരു സൗണ്ട് കേട്ടു. എന്നിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഡോറിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു ലൈറ്റ് പോലെ തോന്നിയായിരുന്നു. അപ്പോൾ ഡോറിൻ്റെ അടി പതുക്കെ നീങ്ങണതായിട്ട് തോന്നി. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ഡോറ് പതുക്കെ അകന്നതൊന്നും അല്ല, ഒരു ലിവറോ അങ്ങനെ എന്തോ ഒരു സാധനം ഉപയോഗിച്ച് ഡോറിൻ്റെ അടി അകത്തേക്ക് പോകുന്നതായിട്ട് തോന്നി. അത് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ മുകളിലും സെൻട്രലിലെയും മുകളിലത്തെയും. മുതിരക്കോടും സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥികളായി ശാസ്ത്രം, ഗണിതശാസ്ത്രം പ്രവൃത്തി പരിചയ മേള നടത്തി. ക്ലാസ് അടിസ്ഥാനത്തിലാണ് മേള നടത്തിയത്. വിദ്യാർത്ഥികളുടെ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുകയാണ് മേളയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. മുട്ടം ബസ് സ്റ്റാൻഡിന് പുറകുവശത്ത് ബദൽ ഗ്രൗണ്ടിൽ ഗോൾഡൻ അമ്യൂസ്മെന്റ് പാർക്ക് ആൻഡ് ഡോഗ് ഷോ സെപ്റ്റംബർ 13 മുതൽ 25 വരെ നടക്കും. 13 വൈകിട്ട് 5 മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മരിയ ബേബി ഉദ്ഘാടനം നിർവഹിക്കും. ജോയിന്റ് വീൽ, ടൈറ്റാനിക് കൊളംബസ്, ബ്രേക്ക് ഡാൻസ്, ഡോഗ് ഷോ, ഡ്രാഗൺ ട്രെയിൻ, മിനി പിങ്കി ട്രെയിൻ, ചിൽഡ്രൻസ് ഐറ്റംസ് എന്നിവയുണ്ടായിരിക്കും. കൂടാതെ ശനി, ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 3 മുതൽ 9 വരെയും മറ്റു ദിവസങ്ങളിൽ വൈകിട്ട് 5 മുതൽ 9 വരെയും വിവിധ ഇനം സ്റ്റാളുകളുടെ പ്രദർശനവും ഉണ്ടായിരിക്കും.